ഒരു കമന്റ് ഉണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ട. ഇന്ന് തിരുവോണമല്ലോ, ഒരു ദിവസം അവധി എടുക്കാം. ഇത് തിരുവോണമല്ലോ, ഒരു ദിവസം ഈ പ്രണയത്തിനൊരു അവധി കൊടുത്തു. എന്തൊരു പണിയാണ്. ഇതിലെ ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്നെയും മഞ്ജു വാര്യരെയും ഒരുമിക്കാൻ സമ്മതിക്കാത്തത് കേരള പോലീസാന്ന് പറഞ്ഞു. കേരള പോലീസിന്റെ കുഞ്ഞമ്പയുടെ പോള സമ്മതിക്കില്ലെന്ന് പറയുന്നത് ആലോചിച്ച് നോക്കി. കേരള പോലീസ് എന്ത് ചെയ്തില്ലത്, സമ്മതിക്കുന്നില്ല. കേരള പോലീസ് മാത്രമല്ല, കോടതിക്കെതിരെ ഉണ്ട് അതിൽ പരാമർശം. കോടതിയിൽ ഒരേ ദിവസം ഞങ്ങളെ കൊണ്ടുവരാൻ സമ്മതിച്ചില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ വെച്ച് കണ്ടുമുട്ടും ഞങ്ങൾ കോടതി വെച്ച്. അതുകൊണ്ട് കോടതിയിൽ വെച്ച് ഞങ്ങൾ രണ്ടും കൂടി കണ്ടുമുട്ടും. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയണത് പട്ടാളം ജസ്റ്റ് എസ്കേപ്പ് അല്ലേ? കോടതിനെ വെറുതെ വിട്ടിട്ടില്ല. കാരണം ഇതെനിക്ക് തോന്നണതേ ശരിക്കും കർണാടകയിലെ ഏത് ബ്രാൻഡാന്ന് ചോദിച്ചിട്ടുണ്ട്, അത് കറക്റ്റാണ്. പക്ഷെ ഇത് ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ എനർജി കൊടുക്കുന്ന ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ മോശം എന്ന് പറഞ്ഞാൽ വെറും മോശമല്ല, മറ്റേ സിനിമ പറഞ്ഞല്ലോ മോശം എന്ന് പറയില്ലേ, അതുപോലെ മോശമാണ്. ക്രൈം നമ്പർ 42/2025 എന്ന കേസിലെ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടോന്ന് ഞാൻ എളമക്കര പോലീസിനെ വിളിച്ച് ചോദിച്ചു. അവർക്ക് അറിയില്ലെന്ന് അവര് പറഞ്ഞു. അല്ല ശരിക്കും നമ്മുടെ പോലീസൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു കൂട്ടാ. അല്ല കാര്യമായിട്ട് പറഞ്ഞേ, കാരണം പോലീസൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു. അല്ലെന്നുണ്ടെങ്കിൽ പോലീസൊക്കെ നേരത്തെ തന്നെ വളരെ മോശപ്പെട്ട പല കാര്യങ്ങളിലേക്കും കടന്നതാണ്. ഇത് ഭാഗ്യത്തിന് കുറെ കൂടി ഇമ്പ്രൂവ് ചെയ്തു. കാരണം വെച്ചാൽ എല്ലാവരും സമയത്തോടി നമുക്ക് വയ്യാതിരിക്കുന്ന ഒരാളോട് വളരെ കരുണയോടും ദീനാനുകമ്പയോടും കൂടി പെരുമാറണമെന്ന് അവരടക്കം പഠിച്ചു. അതുകൊണ്ടാണ്. സാർ, സുഹൃത്തുക്കളെ, നിങ്ങളിൽ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടാത്ത ആരും ഇല്ല എന്ന് ഞാൻ സങ്കടപൂർവ്വം സ്മരിക്കുകയാണ്. സനൽകുമാർ ശശിധരൻ സാർ, സെൻസിറ്റിവിറ്റി വേണം, സെൻസിബിലിറ്റി വേണം, വേറെ എന്തൊക്കെയോ കൂടി വേണം. മമ്മൂട്ടി പറയുന്ന പോലെ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. നമുക്കൊന്നും സെൻസിറ്റിവിറ്റി ഇല്ല, സെൻസിബിലിറ്റി ഇല്ല. പാവം മഞ്ജു വാര്യരുടെ ഫോട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഓണം ആഘോഷിക്കുകയാണ് അവർ. പക്ഷെ അത് പോയിന്റ് ബ്ലാങ്കിൽ നിന്നാണ് എടുത്തത്, ഗണ്ണിന്റെ പോയിന്റ് ബ്ലാങ്കിൽ നിന്നിട്ട്. അദ്ദേഹം ഒരു പുതിയ വീഡിയോ കൂടി പുറത്തുവിട്ടിട്ടുണ്ട്. അല്ല, ഈ പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് എങ്ങനെ മനസ്സിലായി? മനസ്സിലായില്ല. ഇങ്ങനെ നിൽക്കുന്നുണ്ട് മഞ്ജു വാര്യർ, ഇവിടെ പൂവൊക്കെ വെച്ചിട്ട് സ്റ്റൈലായിട്ട് നിൽക്കുന്നത്. പുള്ളി മറ്റേ എനിക്ക് തോന്നണം മഞ്ജു വാര്യരുടെ മാലയിലെ മറ്റേ ഇത് ലോക്കറ്റ് കണ്ടിട്ടാണോ പോയിന്റ് ബ്ലാങ്ക്? അതെ, ഇനി മറ്റേ വേറെ തലയിൽ വെച്ചേക്കണ എന്തെങ്കിലും കണ്ടിട്ടാണോ എന്ന് എന്ത് ചെയ്യാൻ പാടില്ല. എന്തോ പോയിന്റ് ബ്ലാങ്ക് ആണ്. പോയിന്റ് ബ്ലാങ്കിന്റെ ഫോട്ടോ കൂടി സത്യത്തിലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പൊ മഞ്ജു വാര്യർക്ക് എത്ര വയസ്സുണ്ടെന്ന് നമുക്കറിയാലോ ഇല്ലേ? അപ്പൊ അത്രയും പ്രായമുള്ള ഒരു സ്ത്രീക്ക് ഇത്രയും വലിയ പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ലേലും അല്ലേ? ഞാൻ പറഞ്ഞ നമ്മളിപ്പോ ഒരു സാധാരണ ഒരാള് എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്രായത്തിലോ ചില പുറകിടക്കലോ ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഇത്രയും പ്രായമുള്ള ഒരാൾ, മഞ്ജു വാര്യർക്ക് ഏതാണ്ട് എൻ്റെയൊക്കെ തന്നെ പ്രായത്തിനടുത്ത് വരും മഞ്ജു വാര്യരുടെ പ്രായം. ആ പ്രായമുള്ള മഞ്ജു വാര്യർ എന്ത് ചെയ്യണം? എനിക്ക് കേട്ടിട്ട് ശരിക്കും മഞ്ജു വാര്യരോട് എനിക്ക് അസൂയയും ഇതുമാണ് തോന്നുന്നത്. അഭിനയം കണ്ടിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. അല്ല, അഭിനയം കണ്ടിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല, കാരണം കാര്യമില്ല. പക്ഷെ രണ്ടാമത്തത് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മളൊന്നും ഇങ്ങനെ ഒരാളില്ലല്ലോ, സ്നേഹിക്കാൻ എന്താണ് ഒരാളുണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ താങ്കൾ പറഞ്ഞ പോലെ ഇത് പോയിന്റ് ബ്ലാങ്ക് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ 3-4 വീഡിയോ കൂടിയിട്ട് ആളുകൾ ഏതാണ്ട് ഉറപ്പിക്കും ഇതെന്താണെന്ന്. അതാണ് അതിന്റെ കാര്യം. ഇല്ലാതെ ആ ഫോട്ടോയുടെ തൊട്ടിപ്പുറത്ത് അവരിട്ടേക്കണത് അവരുടെ അനിയൻ, അമ്മ, മറ്റേ അനിയന്റെ ഭാര്യ, ഇവരൊക്കെ ആയിട്ട് നിൽക്കുന്ന. പക്ഷെ എല്ലാരും പോയിന്റ് ബ്ലാങ്കിലായിരിക്കും. ഇല്ല, അവരെല്ലാരും കൂടി നിൽക്കുമ്പോ മഞ്ജുവിനെ മാത്രം അപ്പുറത്തെ ബിൽഡിംഗിൽ നിന്ന്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറയാതെ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഇത് AI വീഡിയോ ആണെന്നാണ് പുള്ളി ഇടക്ക് പറഞ്ഞത്. പിന്നെ പുള്ളി പറയണ മഞ്ജു വാര്യരല്ല, മഞ്ജു വാര്യന്റെ ഡ്യൂപ്പ് ഇട്ടതാണെന്ന് പറയണം. ദിലീപിന് കൈ കൊടുക്കുന്നത് ഡ്യൂപ്പ് ഇട്ട് ഏത് മറ്റേ എന്നിട്ട് രണ്ട് കാലുകൾ നിങ്ങൾക്ക് കാണാം. ആ കാലുകൾ എന്ന് പറഞ്ഞാൽ സജഷൻ വെച്ചേക്കാണ്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? പണ്ട് ഞാൻ മറ്റേ നമ്മുടെ ഈ ശാസ്ത്ര സാഹിത്യ വർഷത്തിൻ്റെയൊക്കെ പുസ്തകങ്ങളിലാണ് ഇതുപോലെ ഉണ്ടാക്കുന്നത്. പുസ്തകങ്ങളുടെ ഫ്രണ്ടിൽ എന്തുകൊണ്ട് കാരണം എന്ന് വെച്ചാൽ നിരവധി ചോദ്യങ്ങളായിരിക്കും, അതായത് ശാസ്ത്ര പൊതുകികളായിട്ടുള്ള ചോദ്യം. ഇത് യഥാർത്ഥത്തിൽ മഞ്ജു വാര്യരുടെ കാര്യത്തെക്കുറിച്ച് എന്ത്. പിന്നെ താങ്കൾ പറഞ്ഞ ആ വീഡിയോ നമുക്കൊന്ന് പ്ലേ ചെയ്ത് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയണമായിരിക്കും നല്ലത്. കാരണം ആ വീഡിയോ അതിഗംഭീരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അത് ചർച്ച ചെയ്യാതെ പോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ പുള്ളി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അതിനകത്ത് എന്തുണ്ട് ഇത് കണ്ടിട്ടെങ്കിലും സെൻസിറ്റിവിറ്റി തരണം. അല്ല, ഞാൻ ആദ്യം മുതൽ അതൊന്ന് കേൾപ്പിക്കട്ടെ. എന്നിട്ട് എന്ത് പുള്ളി ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് പുള്ളി കണ്ടിട്ടുള്ള 2 വീഡിയോസിനെ കുറിച്ചാണ്. ഒന്ന് മിസ്റ്റർ പോങ്ങുംമൂടിൻ്റെയും പിന്നെ മറ്റേ സീക്രട്ട് ഏജന്റ് എന്നൊക്കെ വിളിക്കുന്ന ആ മറ്റേ പുള്ളിയുടെ വീഡിയോയെ കുറിച്ചാണ് പുള്ളി പറയുന്നത്. അപ്പൊ അതിന് പുള്ളിയുടെ ആദ്യത്തെ വർത്താനം തന്നെ കേൾക്കട്ടെ.
പഴയൊരു സുഹൃത്തായ പോങ്ങുമുടൻ ആണ്. ഇപ്പൊ സുഹൃത്തല്ല, അതായത് പൊങ്ങുമുടൻ ഓൾറെഡി എസ്കേപ്പ്, രക്ഷപ്പെട്ടു. ഒന്ന് എൻ്റെ പഴയൊരു സുഹൃത്തായ പോങ്ങുമുടൻ ആണ്. പോങ്ങുമുടൻ പറയുന്നത്, സനൽ നിങ്ങൾ ഈ പ്രണയം നിർത്തിപ്പോകൂ, നിങ്ങൾക്ക് നല്ലത് വരട്ടെ, മഞ്ജു വാര്യരെ ജീവിക്കാൻ അനുവദിക്കൂ എന്നൊക്കെയാണ്. ഈ പുള്ളിയുടെ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കണം, പുള്ളിക്ക് ഒരു മീശയല്ല, 2 മീശയുണ്ട്. ഒരു മീശ ഇവിടെ, ഒരു മീശ ഇവിടെയുണ്ട്. താടിയിലൊരു മീശയുണ്ട്. ഇരട്ട ചങ്കൻ എന്ന് പറയുന്ന പോലെ ഇരട്ട മീശയാണ്. ഇരട്ട മീശ. ശരിയാട്ടോ. എവിടുന്നാണ് പോങ്ങുമുടൻ ഇങ്ങനെ ഒരു ആശയം കിട്ടിയതെന്ന് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയും ഞങ്ങൾ തമ്മിൽ ഒരു ഹൃദയബന്ധത്തിലായിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഇടപെടൽ കൊണ്ട് ഞങ്ങൾ അകറ്റി നിർത്തപ്പെടുകയാണ്. ഇത് 16-ാം നൂറ്റാണ്ടല്ലല്ലോ, നമ്മൾ ജീവിക്കുന്നത് ആധുനിക കേരളത്തിലല്ലേ. ഈ എക്സ്റ്റേണൽ ഫോഴ്സ് ആരാന്നറിയാം? അതാണ് ഏറ്റവും വലിയ തമാശ. വേറൊരു വീഡിയോ കൂടി ഇതിനിടക്ക് കാണിക്കേണ്ടതാണ് ശരിക്കും. അതേതാണെന്നറിയോ? പുള്ളീനെ മറ്റേ എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലെ ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്നെയും മഞ്ജു വാര്യരെയും ഒരുമിക്കാൻ സമ്മതിക്കാത്തത് കേരള പോലീസാന്ന് പറഞ്ഞു. കേരള പോലീസിന്റെ കുഞ്ഞമ്പയുടെ പോള സമ്മതിക്കില്ലെന്ന് പറയും. അത് ആലോചിച്ച് നോക്കി, കേരള പോലീസ് എന്ത് ചെയ്തില്ലത്, സമ്മതിക്കുന്നില്ല. കേരള പോലീസ് മാത്രമല്ല, കോടതിക്കെതിരെ ഉണ്ട് അതിൽ പരാമർശം. കോടതിയിൽ ഒരേ ദിവസം ഞങ്ങളെ കൊണ്ടുവരാൻ സമ്മതിച്ചില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ വെച്ച് കണ്ടുമുട്ടും ഞങ്ങൾ കോടതി വെച്ച്. അതുകൊണ്ട് കോടതിയിൽ വെച്ച് ഞങ്ങൾ രണ്ടും കൂടി കണ്ടുമുട്ടും. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയണത് പട്ടാളം ജസ്റ്റ് എസ്കേപ്പ് അല്ലേ? കാരണം ഒന്ന് ആലോചിച്ചോക്കെ ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ വല്ല വേൾഡിലൊക്കെ ഉള്ള ആരെങ്കിലും ഒക്കെ അക്യൂസ്ഡ് വരണം, പ്രതിയും വരണം. അവിടെ പ്രതി വരാണ്ടിരിക്കാൻ വേണ്ടി, അതായത് പ്രതിയായി ഒന്ന് കേരള പോലീസ്, രണ്ടാമത്തത് കോടതി, പിന്നെ 164 രേഖപ്പെടുത്തിയ മജിസ്ട്രേറ്റ്, പിന്നെ വലിയ ആളുകളെല്ലാവരും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ഭാഗ്യത്തിന് ഇന്ത്യൻ മിലിറ്ററിയെ കുറ്റം പറഞ്ഞിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, കരസേന, വ്യോമസേന, നാവിക, പല നാട്ടുകാരൊക്കെ വരെ പുറം ലോകത്തുള്ളവരൊക്കെ അറിയുമ്പോൾ അവർ ചോദിച്ചാണല്ലോ, ഇന്ത്യൻ മിലിറ്ററിക്കെതിരെ ഒരാളെ പ്രണയിക്കാൻ സമ്മതിക്കുന്നില്ലത്. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരാണ്, ഞങ്ങളത് ഒരുമിപ്പിക്കാത്തത് കേരള പോലീസാണ്. എടോ സനൽകുമാർ ശശിധര, താങ്കളോട് എനിക്ക് പറയാനുള്ളത്, താങ്കൾക്കെതിരെ പരാതി കൊടുത്തത് അവരാണ്. മനസ്സിലായി? പരാതി കൊടുത്തതൊന്നും പുള്ളി അംഗീകരിക്കുന്നില്ല, ദിലീപായിട്ട് കൈ കൊടുത്ത് അംഗീകരിക്കുന്നില്ല. ഇനി നാളെ മഞ്ജു വാര്യർ വന്ന് ഓപ്പൺലി പറഞ്ഞാൽ പോലും പുള്ളി അത് പോയിന്റ് ബ്ലാങ്കിലാണെന്ന് പറയും. പിന്നെ വളരെ സുന്ദരമായൊരു ഫോട്ടോ, അത് പോയിന്റ് ബ്ലാങ്കിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു, ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, എനിക്ക് വെടിയുണ്ടോക്കി ചിരിക്കുന്ന ചിത്രമാണെന്ന് തോന്നുന്നു. പഴയ മറ്റേ മാൻഡ്രൈക്കിൻ്റെ ഒക്കെ ഈ ചെറിയ കാർട്ടൂണൊക്കെ പണ്ട് ഹിന്ദുവിലൊക്കെ വരുമായിരുന്നു, ഇന്ത്യൻ എക്സ്പ്രസിലൊക്കെ വരുമായിരുന്നു. അപ്പൊ അന്ന് നമ്മൾ വായിക്കുമ്പോൾ ഒരു കമന്റ് ഉണ്ട്. ആ കമന്റ് റിപ് കിർബി എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. ആ റിപ് കിർബിയുടെ ഒരു കമന്റ് ഉണ്ട്, ഞാൻ അന്ന് വായിച്ച്, എനിക്ക് 4-5 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ, അന്ന് വായിച്ച് ഞാൻ ചിരിച്ചു പോയിട്ടുണ്ട്. അതാ ഒരു വെടിയുണ്ട വരുന്നു, ഇടത്തോട്ട് മാറണോ വലത്തോട്ട് മാറണോ എന്നാണ് വെടിയുണ്ട ഒരു പുളി. അപ്പൊ അന്നൊക്കെ നമ്മളിത് ആവേശത്തോടെ വായിക്കണം, ഇത് ഇംഗ്ലീഷിലാണ്. അപ്പൊ നമുക്ക് വായിക്കാനും ഇവർ പ്രേരിപ്പിക്കുകയും ചെയ്യും, ഈ കാർട്ടൂണൊക്കെ ഉള്ള അതേപോലെയുള്ള കുറെ വാചകങ്ങളാണ് പുള്ളി പറഞ്ഞത്. മഞ്ജു വാര്യർ ഇങ്ങനെ ചിരിച്ചിട്ടിരിക്കുന്നത് നോക്കുമ്പോൾ വെടിയുണ്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, പോയിന്റ് ബ്ലാങ്കിൽ നിന്നിട്ട്. പിന്നെ പോയിന്റ് ബ്ലാങ്കിൽ തൊട്ടിപ്പുറത്ത് മധു വാര്യർ, എനിക്കൊണ്ട് തോക്ക് പിടിച്ചത് മധു വാര്യരാണെന്നാണ് പുള്ളി അടുത്തോടെ പറയാൻ പോകുന്നത്. ഫോട്ടോയിൽ മധു വാര്യരുണ്ട്. പക്ഷെ ഇല്ല, തോക്ക് മധു വാര്യരുണ്ട്, അത് ശരിക്കും ഇൻവിസിബിൾ ആണെന്നായിരിക്കും. ഇനി ബാക്കി നമുക്ക് കേൾക്കട്ടെ. എനിക്ക് 50 വയസ്സാകാൻ പോകുന്നു, അവർക്കും 50 വയസ്സാകാൻ പോകുന്നു. ഞങ്ങൾക്ക് വേറെ കെട്ടുപാടുകളൊന്നും ഇല്ലാത്ത 2 മനുഷ്യർ. 50 വയസ്സായിട്ടും ബോധം വന്നിട്ടില്ല. വേറെ കെട്ടുപാടുകളൊന്നും ഇല്ലാത്ത 2 മനുഷ്യർ പരസ്പരം കാണാൻ ആഗ്രഹിക്കുന്നു, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ 2 മനുഷ്യരില്ല, ഒരു മനുഷ്യൻ. അല്ല, 2 മനുഷ്യരിൽ ഒരാളാരാന്നറിയാം. ഒരാൾ സനൽകുമാർ ശശിധരൻ, മറ്റത് ഈ പറയുന്ന പോലെ എന്താണ്, മറ്റേ ഭ്രാന്തമായ ചിന്തകളുള്ള സനൽകുമാർ ശശിധരൻ. അങ്ങനെ 2 പേര് അവരൊരുമിച്ച് ജീവിക്കാം. കാരണം നിങ്ങളിപ്പോൾ ഒരുമിച്ചാണ് ജീവിച്ചുകൊണ്ടിരിക്കണം, അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇനി ബാക്കി കേൾക്കാം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലേ ജീവിതത്തിൽ ആരെങ്കിലും ഇത്ര വലിയ വള്ളി പിടിച്ചിട്ടുണ്ടാവില്ല, മഞ്ജു വാര്യരല്ലാതെ. പാവം. ഇവിടുത്തെ പൊതുസമൂഹം മൗനം പാലിക്കുന്നു. ഒരു മാഫിയ സംവിധാനം അതിൽ ആക്റ്റീവായിട്ട് ഇടപെട്ട് ഞങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നു. ഇത് പൊതുസമൂഹം മൗനം പാലിക്കണത് ഏതിനെതിരെ? ഇല്ല, പൊതുസമൂഹം ഒരു കാര്യം ചെയ്യാം, രാവിലെ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ട് മഞ്ജുവാരനെ വിളിച്ച് തട്ടിക്കൊണ്ടുവന്ന് എന്ത് ചെയ്ത് പിന്നെ തോക്കുമായിട്ട് മഞ്ജുവാരനെ പിടിച്ചിട്ടുണ്ടെന്ന് എന്ത് ചെയ്യുക, കെട്ടിച്ചു കൊടുക്കുക. സനൽകുമാർ ചേച്ചി ഒന്ന് എഴുന്നേറ്റ് പോ സനലെ, ഈ വേഷം കെട്ട് പറയാം.
ഇതേക്കുറിച്ച് അന്വേഷിക്കേണ്ട പോലീസ് സംവിധാനം നിശബ്ദത പാലിക്കുന്നു. സർക്കാർ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്നു. പോലീസ് സംവിധാനം നിശബ്ദത, വാ തുറന്നിട്ടില്ല. മനസ്സിലായി? DGP രവണ ചന്ദ്രശേഖർ മുതൽ ഇവിടെയുള്ള SHO വരെ മിണ്ടാതിരിക്കണേ, നിശബ്ദത പാലിക്കും. ഇതേ ഇത്ര വലിയ പിഴ നടന്നിട്ട്. കൂടാതെ സർക്കാർ സംവിധാനങ്ങൾ നോക്കൂത്തിയാവുന്നത്, അതായത് രമേശ് ചെന്നിത്തല, VD സതീശൻ എല്ലാം നോക്കൂത്തി. അതെ, മഞ്ജുവിനെ പ്രേമിക്കാൻ സമ്മതിക്കേ? സമ്മതിക്കണോട്ടെ. ശരിക്കും പറഞ്ഞാൽ പുള്ളി എന്നിട്ട് വേറൊരു കാര്യം ചെയ്യണ്ടേ, കഴിഞ്ഞ പോഡ്കാസ്റ്റിലൊക്കെ നമ്മൾ വിട്ടുപോയി. അത് പുള്ളി എല്ലാവർക്കും, ഇന്ത്യൻ പ്രസിഡന്റിന് മറ്റേ പ്രധാനമന്ത്രിക്കൊക്കെ കത്തെഴുതല ഉള്ള പരിപാടി. എനിക്കറിയില്ല. പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് കണ്ട് അന്തിച്ചിരിക്കണേ. പുള്ളി ഇറാൻ അല്ല, പുള്ളി പറഞ്ഞു ഇറാനോ ഇസ്രായേൽ പ്രശ്നം എങ്ങനെ ഞാൻ കൈകാര്യം ചെയ്യാം, പക്ഷെ ഇവനൊന്ന് കൈകാര്യം അല്ല, പുള്ളി പറയുന്നത് ഐ ക്യാൻ ഹാൻഡിൽ എനിത്തിങ് ബട്ട് എക്സെപ്റ്റ് ദിസ് എന്ന് പറഞ്ഞു. അതായത് ഇത് നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ് അല്ല, ഇവർക്ക് ഒതാ ആലോചിച്ച് നോക്കുന്നതാ. ദ്രൗപദി മുർമു ഇരുന്ന് കത്ത് വായിക്കണ രംഗം ആലോചിച്ച് നോക്കണ്ട. അതായത് എൻ്റെ പേര് സനൽകുമാർ ശശിധരൻ, ഇവിടെ ഒരു മാഫിയുടെ പിടിയിലാണ്. അപ്പൊ ഹു ഇസ് ദിസ് മഞ്ജു? ആക്ച്വലി മഞ്ജു ഹു ഇസ് ദിസ് പേഴ്സൺ? ഇതാ ആലോചിച്ച് നോക്കി. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ വളരെ ജനറസ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ കത്തിന്റെ പേരിൽ തന്നെ ഇവിടെ അന്വേഷിച്ച് പറഞ്ഞാണ് അല്ലേ? ഞങ്ങളെ പ്രേമിക്കാൻ സമ്മതിക്കുന്നത്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുള്ളി കത്തയക്കുന്നു. നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാവിലെ എത്തിയിട്ട് ഒന്നാമതായി ഗവൺമെന്റ് ഭാരിച്ച ഉത്തരവാദിത്തം. ഇതിന്റെ ഇടക്കൂടി ഇതേ പാറ്റ സമരം, ആ സമരം, ഈ സമരം, രാഹുൽ ഗാന്ധിയുടെ മാർച്ച് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് പുള്ളിക്ക് ഒരു റിലാക്സേഷൻ ആയിരിക്കട്ടെ. പുള്ളി എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദി തിരിച്ച് കത്തെഴുതുന്നുണ്ട്, ആഴ്ചയിൽ ഇങ്ങനെ ഒരു കത്ത് വിധം വിട്ടോ. കാരണം ഒരു എനിക്ക് ഏറ്റവും വലിയ ചിരി വന്നതെന്ന് വെച്ചാൽ, ഒരു പുള്ളിയോട് ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞേ, ഇന്ത്യൻ പ്രസിഡന്റ് അമേരിക്ക മറ്റേ കത്തെഴുതിയെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞേ, ഇന്ത്യൻ പ്രസിഡന്റ് പ്രധാനമന്ത്രിക്കും അല്ല പുള്ളി കത്തെഴുതേണ്ടത്, അമേരിക്കക്ക് കത്തെഴുതണമെന്ന്. അമേരിക്കൻ പ്രസിഡന്റ് രതീഷ് അറിവെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അവിടെയാണ് ഏറ്റവും വിദഗ്ധ ചികിത്സ കിട്ടുന്നത്. അപ്പോൾ ട്രീറ്റ്മെന്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ എങ്ങനെയും ആ പുള്ളിനെ പറഞ്ഞു കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് പറയുമ്പോൾ കുറച്ചെങ്കിലും ബോധമുണ്ട് എന്ന് പറയുന്ന ആളുകൾ വന്ന് പറയുകയാണ്, സനൽ ഇത് നിർത്തിപ്പോകൂ, നിങ്ങൾ ഈ പ്രണയം മറന്നേക്കൂ. എന്ത് അർത്ഥമാണുള്ളത് അതിനകത്തുള്ളത്? എന്താ ഐശ്വര്യം ഇങ്ങനെ പറയണേ? അവര് പ്രേമിക്കട്ടെ, ഞങ്ങൾ പ്രണയം നിർത്തി പോകും. അത് ഞങ്ങൾ രണ്ടുപേരുടെ, പക്ഷെ രണ്ടുപേരില്ലെന്നുള്ളതാണ് പുള്ള പ്രശ്നം. അത് മനസ്സിലാക്കി. എനിക്ക് കല്യാണം കഴിക്കണം, കൂടെ ഓടാൻ ആളില്ല എന്ന് വിളിച്ചോടണ കാര്യം പറയില്ലേ? ഞാൻ വിളിച്ചോടാൻ പുള്ളിനെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് ഇത് പറയേണ്ടത്. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ വെച്ച് പോസ് ചെയ്തിട്ട് പോലീസ് അവിടെ നിശബ്ദത പാലിച്ചു. അല്ല, പോലീസ് അവിടെ വെച്ച് ശരിക്കും പറഞ്ഞാൽ മറ്റേ ഇത് ചെയ്തിട്ട് പുള്ളി താഴേക്ക്, പോലീസ് തന്നെ മുഖഭാവം ഞാൻ നോക്കി. കാരണം അയാള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അയാളുടെ മുഖത്ത് ഒരു 3 കിലോ ഐസ് കൊണ്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കും അതുപോലെ മരവിച്ചിരിക്കുന്ന പുള്ളി. കാരണം വെച്ചാൽ പുള്ളി ഇത് മുഴുവൻ വണ്ടിയിൽ ഇത് നിരന്തരമായിട്ട് കേൾക്കണേ, മനസ്സിലായ? എന്നിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യണേ? ശരിക്കും അവിടെ പോലീസ് നിശബ്ദത പാലിച്ചു, എന്നെ ഇങ്ങനെ വളഞ്ഞു, എന്നിട്ട് എന്നോട് പറഞ്ഞില്ല എന്തിനാ വന്നേന്ന്. അല്ല, എന്നിട്ട് താഴെ വീഴുന്നുണ്ട്. അപ്പൊ താഴെ വീഴുമ്പോ നിങ്ങൾ എന്തേ കാണിക്കണേ, എഴുന്നേക്കൂന്ന് പോലീസുകാരൻ പറയുന്നുണ്ട്. അപ്പോഴും പറയണേ, ഇവരെന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, എന്നെ വിടൂ, എന്നെ ജീവിക്കാൻ ചെയ്യാതിരിക്കല്ലേ ദൈവമേ. ഞങ്ങൾ തമ്മിൽ പണ്ടെന്നോ ഒരു പ്രണയം ഉണ്ടാവുകയും ഞങ്ങൾ പരസ്പരം പിരിഞ്ഞു പോവുകയും ചെയ്തിട്ടുള്ള 2 മനുഷ്യരല്ല. നോട്ട് ദാറ്റ് പോയിന്റ്. അങ്ങനെയുള്ള മനുഷ്യരല്ലേ ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പ്രണയമുള്ള ആളുകളാണ്. അതായത് പണ്ടങ്ങോ പ്രണയം ഉണ്ടായിട്ട് പിരിഞ്ഞു പോയിട്ടില്ല. സ്റ്റിൽ മഞ്ജുവിനും പുള്ളിക്കും ഇപ്പോഴും പ്രണയം ഉണ്ട്. ഒന്ന് ദിലീപിന്റെ മാഫിയ, പിന്നെ ഒന്ന് കേരള പോലീസ്, പിന്നെ രാഷ്ട്രീയ നേതൃത്വം, പിന്നെ കോടതി, പിന്നെ മെക്സിക്കൻ ലഹരി മാഫിയ, പിന്നെ മറ്റേ നമ്മുടെ പാകിസ്ഥാനിലുള്ള ഹാജി സലീം ഗ്രൂപ്പ്. ഇങ്ങനെയുള്ള നിരവധി മാഫിയകൾ ആർക്കെതിരെ? സനൽകുമാർ ശശിധരനെ പണിയെടുത്തോണ്ടിരിക്കുക. അതില് ശരിക്കും മാഫിയകളിൽ ഇപ്പൊ ഞാനും പെട്ടു എന്നുള്ളത് മാത്രമാണ് എന്റെ ഏക സന്തോഷം. ആ മാഫിയ ഒന്ന് ആലോചിച്ച് നോക്കി. ബന്ധത്തിലാണ് ഇപ്പോഴും എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചോദിക്കുന്നത്, അവർക്ക് മിണ്ടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അത് പുള്ളി പറഞ്ഞ കറക്റ്റ് ആയിട്ട് അവർക്ക് മിണ്ടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട്. എന്താന്ന് മനസ്സിലായ? അത്രയും വലിയ നാണക്കേടാണ്. മനസ്സിലായ? കൂട്ടത്തിലുള്ളവരോടല്ലാതെ പുറത്തുപോയി. ശരിക്കും പറഞ്ഞപ്പോൾ ഒന്ന് ആലോചിക്കുക, മധു വാര്യരുടെ ഭാര്യ ചോദിക്കണേ, എന്താണ് ചേച്ചി താത്തൂന്, എന്താണ് ഈ എന്ത് പറയൂ, എന്ത് പറയും?
2 ദിവസം മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ മുൻ ഭർത്താവ് ഇപ്പോഴും അവരെ സ്റ്റോക്ക് ചെയ്യുകയാണെന്നും അവർ പരസ്പരം ഹസ്തദാനം ചെയ്തുവെന്നും കണ്ടുവെന്നും പരസ്പരം സംസാരിച്ചുവെന്നും ഒക്കെ പറഞ്ഞിട്ട് ഫേക്ക് വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയാണെന്നുമാണ് ഞാൻ പറഞ്ഞത്. അത് ആരും നിഷേധിച്ചിട്ടില്ല. അങ്ങനെ അതൊരു ഫേക്ക് വീഡിയോ അല്ലെന്നോ അത് റിയാലിറ്റിയിൽ സംഭവിച്ച കാര്യമാണെന്നോ ആരും പറഞ്ഞിട്ടില്ല. അയാളും പറഞ്ഞ അല്ല ഇത് മുഴുവൻ കേൾക്കണ്ട, ഇത് ആരും നിഷേധിക്കില്ല. സനൽകുമാർ ശശി ഇത് ആരും എന്ത് ചെയ്യില്ല, നിഷേധിക്കില്ല. ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് താങ്കൾ താഴെ താങ്കൾ പറയണേ ഇത് രതീഷ് ചക്രവാണി അല്ല, രതീഷ് ചക്രവാണിയായിട്ട് വേറെ ആരോ ഡൂപ്പിടാണെന്ന് പറഞ്ഞാൽ ആരും നിഷേധിക്കില്ല. രതീഷ് ചക്രവാണി പോലും വന്ന് നിഷേധിക്കില്ല. അത് ഡൂപ്പല്ല ഞാനാന്ന് പറയേണ്ട ആവശ്യം. ആ ഇതില് ഏറ്റവും വലിയ തമാശ എന്താണെന്ന് അറിയോ താങ്കള്, ഇതിൽ പുള്ളി പറഞ്ഞേക്കണ ഈ കാര്യങ്ങളുടെ താഴെ ഒരു 150 കമന്റ് വന്നിട്ടുണ്ട്. ആ കമന്റുകളാണ് യഥാർത്ഥത്തിൽ വായിക്കേണ്ടത്. നമ്മൾ വീഡിയോ എടുക്കാൻ വന്ന ഇതാണ്. ഏറ്റവും ലാസ്റ്റത്തെ ഒരു കമന്റ് ഉണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ട. ഇന്ന് തിരുവോണമല്ലോ, ഒരു ദിവസം അവധി എടുക്കാം. ഇത് തിരുവോണമല്ല, ഒരു ദിവസം ഈ പ്രണയത്തിനൊരു അവധി കൊടുത്തു. എന്തൊരു പണിയാണ്. ഒരു ദിവസമെങ്കിലും സമാധാനമായിട്ട് എവിടെയെങ്കിലും കിടക്കണത്. ഒന്ന് ആലോചിച്ചൊക്കെ എന്ത് കമന്റാണ്. ഇനി അടുത്തൊരാൾ ഇട്ട കമന്റാണ്, എന്റെ പൊന്നെണ്ണ ഒരു ഇത്തിരി സ്വൈര്യോ. അല്ല, ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാൻ ആൾക്കാർ പറയുന്നുണ്ട്. കാമുകിയെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാൻ. ഇയാൾക്ക് പക്ഷെ ഒരു ജോലിയുമില്ല. ഇയാൾ പക്ഷെ ഒരു ജോലിയില്ല, ഡെഡിക്കേറ്റഡ് കാമുകനാണ് പുള്ളി, ഒരു ഫുൾ ടൈം കാമുകനാണ്. ഒന്ന് ആലോചിച്ചു, വേറെ ഒരു പണിക്കും പോവാണ്ടാണ് ഇയാൾ ഒരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യും, കാമുകിയെ തടഞ്ഞു വെച്ചിരിക്കുന്നു, കോടതിയിൽ ഹാജരാക്കാൻ പറ. അടുത്തൊരു കമന്റ് ഉണ്ട്, അതുകൂടി വായിക്കണേ. ഇത് കാണുമ്പോഴാണ് ആറാട്ടെണ്ണനെ തവിക്കാൻ തോന്നുന്നത്. സത്യാണ്. ആരോ മൊബൈലിൽ പകർത്തിയ ഒരു വീഡിയോ കണ്ടപ്പോൾ തൊട്ട് സനൽകുമാറിന് പൊളിഞ്ഞു. ദിലീപ് മഞ്ജു കൈ കൊടുത്തത് ഫേക്ക് വീഡിയോ ആണ്, AI ആണ് എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഡൗട്ട്, ഇയാളെങ്ങനെ സംവിധായകനായി? ഒരു വീഡിയോ കണ്ടാൽ AI ആണോ ഒറിജിനൽ ആണോ അതുപോലെ തിരിച്ചറിയാൻ വയ്യാത്ത സനൽകുമാരെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ചിരിയിട്ടേക്കാണ്. ഇങ്ങനെ 100 കണക്കിന് ആണ്. പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ട് ഏത് തരം സാധനമാണോ കിട്ടിയത്. പിന്നെ അടുത്തൊരു കമന്റ് ഉണ്ട്, ഈ മലവാളത്തിനെ മഞ്ജു വാര്യർ പ്രണയിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ. അടുത്തൊരു കമന്റ് ഉണ്ട്, ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ, പക്ഷെ മഞ്ജു ഇതിനൊന്നും പ്രതികരിക്കുന്നില്ല. ഈ ചാദനത്തിനെ ആരാ കൂട് തുറന്നു വിടുന്നത്? ആരെങ്കിലും ഒന്ന് പിടിച്ചു കെട്ടിയിരുന്നെങ്കിൽ ഇത്രയും അടുത്തത്, കീരിയും പാമ്പും പോലെ നിങ്ങൾ നല്ല മാച്ചാണ്. അങ്ങനെ പോലും മാച്ച് എന്ന് പറയരുത്. സത്യം പറഞ്ഞാൽ അതെ, കഷ്ടമാണ്. മഞ്ജു വാര്യരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ്. എനിക്ക് തോന്നുന്നത് താനേതോ മാഫിയക്ക് വേണ്ടി സംസാരിക്കുകയാണെന്നാണ് കഷ്ടം. അടുത്ത ഡയലോഗ് ഉണ്ട്, ഇത് കർണാടകയിൽ എവിടെന്താ വാങ്ങിയത്. എന്തൊക്കെ കമന്റുകൾ. അല്ല, ഇതിൽ മിക്കവാറും സർക്കാർ ഇടപെടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പം പുതിയ റീസെന്റ് പോസ്റ്റിൽ വന്നിരിക്കുന്ന, കേരളത്തെ ഭരിക്കുന്ന പെൺവാണിഭ മാഫിയയ്ക്ക് പാദസേവ ചെയ്യുകയാണ് കേരളത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ. അതിന്റെ തെളിവാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത്. തെളിവെന്ന് വെച്ചാൽ വിവരാവകാശ രേഖയുടെ ഒരു പകർപ്പുണ്ട്. വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്ന് വെച്ചാൽ സാക്ഷിക്ക് സമൻസ് അയക്കാണ്ട് കോടതിയിൽ മഞ്ജു വാര്യർ വരികയും ഞങ്ങൾ തമ്മിൽ കാണാൻ അവസരം ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യാതിരിക്കാനാണ് എനിക്ക് സമൻസ് അയച്ചില്ല മഞ്ജു വരുന്ന ദിവസം. ഞാനല്ലേ പ്രതി, ഞാനല്ലേ വരേണ്ടത് കോടതിയിൽ. എന്നോട് വരാൻ പറഞ്ഞില്ല കോടതി. എന്തുകൊണ്ട്? അന്ന് മഞ്ജു വരുമല്ലോ മൊഴി കൊടുക്കാൻ. സാറിന് മനസ്സിലായില്ല? അപ്പൊ സത്യം മനസ്സിലായി. അപ്പൊ ഞാനല്ല, എന്റെ സംശയം, എനിക്കിത് ആകെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കണത്, അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ കേരള പോലീസാണ് ഇവര് ഒന്നിക്കാൻ സമ്മതിക്കാത്തത്. കേരള പോലീസ് അതായത് കേരള പോലീസാണ് അമ്മ, മഞ്ജു വാര്യരുടെ മദറായിട്ട് നിൽക്കുന്നത് കേരള പോലീസ്. എന്റെ മോൾ അവിടെ വരുന്നുണ്ട്, നീ വരരുത്. അപ്പൊ അച്ഛനായിട്ട് കോടതി, പിന്നെ ഭരണകൂടം, അതാരും അമ്മാവനാണ്. അതാ ഞാൻ പറഞ്ഞ, സത്യം പറഞ്ഞ ഇതെല്ലാം മുഴുവൻ കേട്ടിട്ട് മറ്റേ ജസ്റ്റ് മിസ്സായി രക്ഷപ്പെട്ട് നിൽക്കുന്ന മിലിറ്ററി മാത്രമേ ഉള്ളൂ. ഇനി അവരെപ്പോഴാണ് പുള്ളി പെടുത്തുക എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയിട്ടുള്ളൂ. അത് 2025 ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തു, ഇതുവരെ അന്വേഷിക്കണില്ല. എന്തുകൊണ്ടാ? അന്വേഷിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കോടതി വെച്ചൊരുപ്പിച്ച് കാണും. ഞാൻ എന്നിട്ട് വിവരാവകാശ രേഖയൊക്കെ കൊടുത്തു. എന്താ നിങ്ങൾ അന്വേഷിക്കാത്ത? എന്ത് ഇത് അന്വേഷിച്ച് എന്നെ വിളിക്കാത്ത? എന്നെ വിളിക്കണം, ഞങ്ങൾ രണ്ടുപേരും കോടതി വെച്ച് കാണും. എന്താണ് ഈ പുള്ളിയുടെ പണി? പുള്ളി ഫുൾ ടൈം ആയിട്ട് എന്ത് ചെയ്യാണ് ഇതിനു വേണ്ടി? എനിക്കെതിരെ കേസ് കൊടുത്തല്ലോ, നിങ്ങൾക്ക് അന്വേഷിക്കുക, എന്നെ ഒന്ന് വിളിപ്പിക്ക്. എന്നിട്ട് കേസ് തെറ്റാണെങ്കിൽ എന്നെ തൂക്കിക്കൊല്ലട്ടെ. അങ്ങനെ തൂക്കിക്കൊല്ലാതെ ഇന്ത്യയിൽ നിയമമില്ലല്ലോ.
എങ്ങനെ തൂക്കിക്കൊല്ലും? ഒരാൾ കൊടുത്തൊരു കേസ് തെറ്റാണെങ്കിൽ ഉടനെ അന്വേഷിച്ചിട്ട് തൂക്കിക്കൊല്ലില്ലേ? എന്നിട്ട് ഇതിലേക്കൊക്കെയാണ് കുറെ പേര് ഒപ്പിട്ട് കൊടുത്തേക്കണത്. ക്രൈം നമ്പർ 42/2025 എന്ന കേസിലെ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ എളമക്കര പോലീസിനെ വിളിച്ച് ചോദിച്ചു. ആ. അവർക്ക് അറിയില്ലെന്ന് അവര് പറഞ്ഞു. അല്ല ശരിക്കും നമ്മുടെ പോലീസൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു കൂട്ടാ. അല്ല കാര്യമായിട്ട് പറഞ്ഞേ. കാരണം പോലീസൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു. അല്ലെന്നുണ്ടെങ്കിൽ പോലീസൊക്കെ നേരത്തെ തന്നെ വളരെ മോശപ്പെട്ട പല കാര്യങ്ങളിലേക്കും കടന്നേനെ. ഇത് ഭാഗ്യത്തിന് കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്തു. കാരണം വെച്ചാൽ എല്ലാവരും സമയത്തോടെ നമുക്ക് വയ്യാതിരിക്കുന്ന ഒരാളോട് വളരെ കരുണയോടും ദീനാനുകമ്പയോടും കൂടി പെരുമാറണമെന്ന് അവരടക്കം മനസ്സിലാക്കി. പഠിച്ചു. അതുകൊണ്ടാണ്. അസുഖക്കാരെ പിന്നെ പിടിച്ചകത്തിട്ടിട്ട് അടുത്തത് വരണ്ടല്ലോ. പിന്നെ പുള്ളി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. എളമക്കര പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുമ്പോൾ ഒരുപാട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വന്നു. അവരുടെ എല്ലാം ഒറ്റ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ മഞ്ജുവിനോട് സംസാരിക്കരുത് എന്നുള്ളത് മാത്രമാണ്. കാരണം ഇതാണ് കാര്യം. മഞ്ജുവിനോട് ഇവരല്ലേ കുറച്ചു മുമ്പ് അദ്ദേഹം അല്ലേ പറഞ്ഞു ഞങ്ങൾ ഇപ്പോഴും സ്ഥിരമായി വിളിച്ചുകൊണ്ട് പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുപേരാണെന്ന്. അപ്പൊ മഞ്ജു പറഞ്ഞില്ലേ? എനിക്ക് തന്നെ അനുഭവം ഉണ്ടല്ലേ. എൻ്റെ ചാനലിലേക്ക് ഇല്ലാത്ത കമന്റ് ഞാൻ ഡിലീറ്റ് ചെയ്തെന്ന പുള്ളി പറയണം. പിന്നെ ഞാൻ പുള്ളിയോട് എന്ത് സംസാരിക്കാനാണ്? എന്ത് സംസാരിക്കും? ഒന്നും സംസാരിക്കാനില്ല. ഇവര് തമ്മിൽ എന്നും വിളിച്ചോണ്ടിരിക്കുക. നമ്മൾ തമ്മിൽ ഒന്നിക്കാൻ സമ്മതിക്കില്ല. എന്നിട്ട് പുള്ളി പറയണ പോങ്ങുമൂടനും മറ്റേ ഈ സീക്രട്ട് ഏജന്റും ഒക്കെ പോങ്ങുമൂടൻ പറഞ്ഞു നിങ്ങൾ ഇത് എന്ത് ചെയ്യും പ്രണയം വിടുമെന്ന് പറഞ്ഞു നിർത്തൂന്ന് പറഞ്ഞു. എന്ത് അടിസ്ഥാനത്തിൽ നിങ്ങൾ അത് പറയണത്? ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ഹൗ ഡെയർ യു ക്യാൻ ടോക്ക് ലൈക്ക് ദിസ് ബ്ലഡി ഇഡിയറ്റ് എന്നാണ് പോങ്ങുമൂടൻ. ഞങ്ങൾ ഇപ്പോഴും അത്ര കട്ട പ്രേമത്തിലാ. അവൾക്ക് എന്നെ കാണാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ആ അവസ്ഥയില. പക്ഷെ അവള് പോലും പറഞ്ഞു. അതല്ലേ ഞാൻ പറഞ്ഞ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചുവാരിയുടെ നമ്മളിങ്ങനെ രണ്ട് കൈയും ചേർത്ത് മറ്റേ കുരിശയിൽ നിർത്തിക്കണ പോലെ കെട്ടിയിട്ടേക്കണേ. ആ ആണി രണ്ടെണ്ണത്തിൽ ജസ്റ്റ് ഒന്ന് ഊരിക്കഴിഞ്ഞാൽ മഞ്ജുവാര അപ്പം തന്നെ ഓടി സനൽകുമാറിന്റെ അടുത്തെത്തുമെന്ന പുള്ളി വിചാരിക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിലപ്പോഴൊക്കെ പറയില്ല, അതായത് സ്വപ്നത്തിൽ പോലും ഇങ്ങനെയൊന്നും കാണല്ലേന്ന് പറയില്ല. അതേപോലെ നമ്മൾ പറയേണ്ടി വേണം. സ്വപ്നത്തിൽ പോലും ഇങ്ങനെ എന്ത് ചെയ്തു? അല്ല ഇയാളുടെ വീട്ടുകാർ ഓർക്കുമ്പോഴും വിഷമം തോന്നുന്നുണ്ട് കേട്ടോ ശരിക്കും. ഇയാൾ എന്താ പറയണ? ഒരു പോസ്റ്റും അടുത്ത പോസ്റ്റും തമ്മിൽ പോലും ഒരു ബന്ധമില്ല. എനിക്ക് തോന്നുന്നത് ഇത് ആരെ പുള്ളിക്ക് ഫുഡ് കൊടുക്കണെന്നൊന്നും അന്വേഷിച്ചു. ഒരു പണി എടുക്കണില്ല പുള്ളി. രാവിലെ പോലെ ഉച്ചവരെ വിവരാവകാശം അയക്കുന്നു, മഞ്ജുവിന്റെ കാര്യത്തിൽ വീഡിയോ ചെയ്യുന്നു, ലൈവ് ചെയ്യുന്നു, പോസ്റ്റ് എഴുതുന്നു, ചില ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നു. അങ്ങനെ പുള്ളി ഭയങ്കര ബിസിയാ. പിന്നെ ഇതിൽ വളരെ ഗൗരവമുള്ളൊരു കാര്യം, അതിന്റെ ഇടയിൽ വേറെ കുറെ കുനിഷ്ട പരിപാടികൾ നമ്മളിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മനഃപൂർവ്വം ഞാൻ പറയാതെ വിട്ടതാണ്. പുള്ളി പറയണ എന്താ വെച്ചാൽ ഇതൊരു മറ്റേ സ്ത്രീകളെ പൂട്ടി വെച്ചിട്ട് മറ്റേ വൃത്തികെട്ട പരിപാടികൾ നടത്തുന്ന ഒരു സംഘമാണെന്നാണ് പുള്ളി പറയണത്. പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നോട് പുള്ളി പറയുന്നുണ്ട്, എൻ്റെ ഇതിരിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് മഞ്ജു വാര്യരുടെ മാഫിയ തടവ് ജീവിതത്തിന് ഒത്താശ ചെയ്യുന്നത് നമ്മുടെ ഭരണകൂടമാണ്. എന്താ മോശം. വി.ഡി. സതീശൻ മോശം. നമ്മുടെ ചെന്നിത്തല ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അല്ല പക്ഷെ പുള്ളി മറ്റേ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയുണ്ടാവും. കാരണം പ്രധാനമന്ത്രി ഒരു ആക്ഷൻ എടുക്കുമായിരിക്കും ഇല്ലേ? പ്രധാനമന്ത്രി സത്യം പറയണെങ്കിൽ ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ആകുന്ന മുഖ്യമന്ത്രി ആകുന്ന നല്ല കാര്യമാണ്. പക്ഷെ ഇതുപോലെയുള്ള എന്തോരം കാര്യങ്ങൾ സഹിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു ഇവിടുത്തെ കാര്യം വിട്. ഇവിടെ ഇത് വായിക്കുമ്പോ ഫ്രണ്ടിൽ ആദ്യത്തെ 3 വരി വായിക്കുമ്പോ തന്നെ സനൽകുമാർ ശശിധരൻ കാണുമ്പോ തന്നെ അത് ചോറ്റോട്ടയിലിടും. പക്ഷെ പ്രധാനമന്ത്രിയുടെ ഒക്കെ ഒന്ന് അവസ്ഥ ആലോചിക്കും. PM ഓഫീസിൽ ഒരാളുണ്ടാവുമല്ലോ ഇത് ഇവിടെ സ്ക്രീൻ ചെയ്യാൻ. അപ്പൊ അയാൾ ഇത് വായിച്ചു ഹു ഇസ് ദിസ് മഞ്ജു വാര്യർ, ഹു ഇസ് ദിസ് സനൽകുമാർ ശശിധരൻ, ഹൗ ഈസ് ഇറ്റ് ചോദിക്കുമ്പോ ആലോചിച്ചു എന്താ ഞാൻ കത്തെഴുതിക്കൊണ്ടിരിക്കും. അല്ല പുള്ളിയോട് എനിക്ക് പറയാനുള്ളത്, പുള്ളി എത്രയും പെട്ടെന്ന് ഡൊണാൾഡ് ട്രംപിനൊരു കത്തെഴുതും, ഇവാൻസിന് വൈസ് പ്രസിഡന്റിന് ഒരു കത്തെഴുതും. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ അവരുടെ ഭാര്യമാർക്കൊന്നും കത്തെഴുതരുത്. അങ്ങനെ പല ടെംപ്റ്റേഷൻ ഉണ്ടാവും. പക്ഷെ അത് പിടിച്ച് നിൽക്കണം. കാരണം അല്ലെങ്കിൽ തലവേദനയാവും. അവിടെ എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ഇവിടെ പറഞ്ഞ പോലെ ലാത്തിയൊന്നുമായിട്ട് അവർ വരില്ല. അതുകൊണ്ട് പ്രശ്നമാണത്. അതവിടെ നിൽക്കട്ടെ. താങ്കൾ ഇവർക്ക് കത്തെഴുതുമ്പോഴത്തേക്കും പുള്ളി ഡൊണാൾഡ് ട്രംപ് മിക്കവാറും എന്ത് ചെയ്യും? ഡൊണാൾഡ് ട്രംപിന് തലവേദനയാവും. കാരണം പുള്ളി പറയും ദൈവം ഇറാഖ് പ്രശ്നം, ഇസ്രായേൽ പ്രശ്നം, മറ്റേ എണ്ണ വ്യാപാരം, ഇതൊക്കെ നമുക്ക് സഹിക്കാം, പക്ഷെ ഇതെങ്ങനെ സഹിക്കുമെന്ന് പുള്ളി ചോദിക്കും. പുള്ളി മിക്കവാറും അടുത്ത എന്ത് ചെയ്യും? ഷിപ്പിനോ അല്ലെങ്കിൽ ഫ്ലൈറ്റിനോ പുള്ളിനെ അങ്ങോട്ട് വിളിപ്പിക്കും ഒരു ചാർട്ടർ ചെയ്ത്. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ പുള്ളിക്ക് അത് അത്രേ ഉള്ളു കാര്യം. ഇതെനിക്ക് തോന്നണതേ ശരിക്കും കർണാടകയിൽ ഏത് ബ്രാൻഡാന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കറക്റ്റാണ്. പക്ഷെ ഇത് ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ എനർജി കൊടുക്കുന്ന ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ട്. ഈ ഞാൻ പറഞ്ഞിട്ടുള്ളതുണ്ട്, എനിക്കറിയില്ല. ഈ മാജിക് മഷ്റൂം എന്നൊക്കെ ഉണ്ട്. അത് ശരിക്കും ഇന്ത്യയിലെ ഏറ്റവും ആയിട്ടുള്ള ഡ്രഗാണ്. അപ്പം അത് മറ്റേ ഇതിൽ മുക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് മറ്റേ തേനിലൊക്കെ മുക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്താണോ ചിന്തിക്കണം അതുപോലെ. പൂക്കൾ വിടരുന്നതായിട്ട് കണ്ടിട്ട് ഒരുത്തൻ പറയുന്നത്, അവൻ മരിച്ചുപോയി, അതുകൊണ്ട് ഇത് ധൈര്യമായിട്ട് പറയാം. പൂക്കൾ വിടരുന്നതായിട്ട് കണ്ടിട്ട് അവൻ പറഞ്ഞാൽ ചുറ്റുകിരി ഇരിക്കുമ്പോഴും പൂക്കൾ വീർന്നുകൊണ്ടിരിക്കണായിരുന്നു. പക്ഷേ നമുക്കത് പരീക്ഷിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല.
മനസ്സിലായി. അപ്പൊ എന്നോട് പറഞ്ഞു വേണം. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് പൂക്കൾ വിടരുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ലാതെയുള്ള പൂക്കൾ വിടർന്നാൽ മതി. എനിക്ക് തോന്നുന്നത് അതായത് ഇതുപോലെയുള്ള പൂക്കളായിരിക്കും വിടണം. നോക്കുമ്പോ ഇവിടെ മഞ്ജു വാര്യർ, അവിടെ അവിടെ മഞ്ജു എന്നെ വിളിക്കുന്നു. നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ പക്ഷെ മഞ്ജുവിനോട് എനിക്കുള്ള പരാതി അതാണ്. ഇത്രയും നിങ്ങൾ വിളിച്ച് രാത്രി മൊത്തം നിങ്ങൾ ചാറ്റ് ചെയ്തിട്ടും ഒരു വാക്ക് പറയാം, ഞാൻ നാളെ കോടതി വരുന്നുണ്ട്, നീ വരണേ, അത് പറഞ്ഞില്ല. അത് പോലീസിന്റെ അനാസ്ഥയാണ്. മഞ്ജു വാര്യർ ചെയ്ത വലിയ ചതിയാണത്. പക്ഷെ ഏറ്റവും വലിയ രസം ഒന്ന് ആലോചിച്ച് നോക്കുക. പൊങ്ങുമൂടനും സീക്രട്ട് ഏജന്റിന്റെ ന്യൂസിന്റെ കാര്യം പറഞ്ഞു അദ്ദേഹം. ഈ ശാന്തിവിള ദിനേശിനെതിരെ മിണ്ടുന്നില്ല കേട്ടോ. അതാണ് പുള്ളി അത്ര മറ്റേ ഈ അസുഖമല്ലെന്ന് പറയാൻ കാര്യം അതുകൊണ്ടാണ്. പുള്ളി ശാന്തിവിള ദിനേശിനെ മിണ്ടിയിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞങ്ങൾ പറയാം. പുള്ളി ശാന്തിവിള ദിനേശ് പറഞ്ഞ തെറ്റായിട്ടുള്ള ഒരു കാര്യം മാത്രം അതിൽ നിന്ന് പിക്ക് ചെയ്ത്. ഏതാണെന്നറിയോ? ഷാജി ജേക്കബ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ പുള്ളി, ആ പ്രൊഡ്യൂസർക്ക് റോട്ടർഡാം അവാർഡ് കിട്ടിയപ്പോൾ അതില് 35 ലക്ഷത്തിൽ നിന്ന് 17 ലക്ഷം രൂപ പുള്ളി ഷാജിക്ക് കൊടുത്തു എന്നുള്ളത് മാത്രം പുള്ളി പിക്ക് ചെയ്തു. അതീ പറഞ്ഞ ബാക്കി ഒരു കാര്യത്തിനും പുള്ളി തൊട്ടില്ല. മനസ്സിലായ? വേറൊരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഞാനത് ഇവിടെ പറയുന്നില്ല. അപ്പൊ അത്തരം കാര്യങ്ങളിലൊന്നും പുള്ളി കയറി തൊട്ടില്ല. അപ്പൊ പുള്ളിക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, രാക്ഷസനാണ്. അപ്പൊ പുള്ളിക്ക് ഇത് ചെറിയ മറ്റേ വേഷം കെട്ടുകൂടിയാണിത്. അല്ല, ശാന്തിവിളക്കെതിരെ വല്ലതും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോകും. അദ്ദേഹം പറഞ്ഞ ഈ ഡയലോഗ് മാത്രമാണത്. ധൈര്യം ഉണ്ടെങ്കിൽ പറയാൻ അദ്ദേഹം പറയണ്ട്. മിണ്ടിയിട്ടില്ലല്ലോ. അല്ല, അത് മിണ്ടാൻ പറ്റില്ല. ഇപ്പൊ സത്യം പറഞ്ഞാൽ പുള്ളി കഴിഞ്ഞ ദിവസം നമ്മളെടുത്ത വീഡിയോക്കെതിരെ പുള്ളി മിണ്ടിയിട്ടില്ല. അല്ലെങ്കിൽ പുള്ളി താഴെ വന്ന് കമന്റ് ഒക്കെ ഇടണം. എന്താ കാര്യം അറിയോ? ഇപ്പൊ പുള്ളിക്ക് മനസ്സിലായി ഇത് ആളുകളൊക്കെ വേറെ കുറെ വിവരങ്ങളൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ട്. എന്റെ കയ്യിലുണ്ട്, പുള്ളിയിലുണ്ട്. നിരാശ പ്രേമ കാമുകൻ മാത്രല്ല. ഈ ശാന്തിവിള പറഞ്ഞ എല്ലാ കാര്യവും ശാന്തിവിള പറയുന്നതിന് 10 ദിവസം മുമ്പ് എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ എന്താന്ന് വെച്ചാൽ, ഓക്കെ, നമ്മളിത് ഈ വ്യക്തിപരമായ കാര്യങ്ങൾ എടുത്തിട്ട് അലക്കണ്ട. ഒന്ന് തുറന്ന് പറയാം താങ്കളോട്, ഇത് നമ്മളെടുത്തിട്ട് അലക്കണതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അലക്കാനുള്ള കുഴപ്പമൊന്നും അറിയാമോ? ഇതില് പെട്ടിട്ടുള്ള ആളുകൾക്ക് കൂടി ബുദ്ധിമുട്ട് വരും. മനസ്സിലായി? ഇപ്പൊ നാളെ നമ്മളെ കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കാൻ പറയുമ്പോൾ തന്നെ അവരെ വിളിച്ച് ചോദിക്കുമ്പോൾ അവരിത് ആരും അറിയാതെ ജീവിതത്തിൽ ഓരോ ഇതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ തലവേദന ഉണ്ടാവും. അങ്ങനെ തലവേദന ഇല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ ശാന്തിവിളയുടെ കേസിന് പുള്ളി മറുപടി പറയട്ടെ. അതിന് പുള്ളിക്ക് ഒരു മറുപടി ഇല്ല. എന്നിട്ട് വന്ന് ഈ പറയുന്ന വീഡിയോ ഇട്ട് പോയിന്റ് ബ്ലാങ്ക് മണ്ണാങ്കട്ട മറിച്ചത് ആന മാങ്ങ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യണ വീഡിയോ ആണ്? ഒന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും പറഞ്ഞാൽ ഇവന്റെ വീഡിയോ ഇന്ന് വരുമ്പോൾ പോലും ആ മഞ്ജു വാര്യർ ഓണത്തിന് അവർ മിക്കവാറും ഒരു വർഷത്തിൽ കൂടിയ 5 ദിവസം ഒരിക്കലും ലീവ് എടുക്കുന്നുണ്ടാവുക. ആ ലീവ് എടുത്ത് വീട്ടിൽ നിൽക്കുന്ന ആ സന്തോഷവും കൂടി നശിപ്പിച്ചു. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, മഞ്ജുവിനെ സംബന്ധിച്ചോളം ഇത് മാത്രമാണ് കാര്യം. മഞ്ജുവിന് ഒരു മകളുണ്ട്. മകൾ ഇതൊക്കെ അറിയുണ്ടാവില്ലേ? ഇല്ലേ? അപ്പൊ അമ്മയോട് ശരിക്കും പറഞ്ഞാൽ ആ കൊച്ചമ്മയോടൊപ്പം പോയില്ല. പക്ഷെ ഉള്ളിൽ അമ്മയെന്ന് പറഞ്ഞ ഫീലിംഗ് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ആ ഫീലിംഗ് പോലും അതിനൊരു മംഗലം ഏൽക്കൂല ഐശ്വര്യ. ഒരു മകള് കേൾക്കുമ്പോഴത്തേക്കും എന്തൊരു കഷ്ടമാണ്, ഇങ്ങനെ ഒരു അഫയർ ഉണ്ടായിരുന്നു, ഇതാണോ കുഴപ്പമുണ്ടാവില്ല. അല്ല, എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ദിലീപ് പോലും പറയില്ലായിരിക്കും ഇങ്ങനെയൊന്നും അല്ല കാര്യം, ഇതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ ആ പെൺകുട്ടി അനുഭവിക്കുന്ന വേദന എന്തോരം ഉണ്ടാവും ചോദിച്ചാൽ അതിന് കൂട്ടുകാരികളൊക്കെ എപ്പോഴെങ്കിലും ഇത് പറയാതിരിക്കുമോ? അല്ലെങ്കിൽ ഇത് ചോദിക്കാതിരിക്കോ? കളിയാക്കാതിരിക്കോ? ഇരിക്കോ? അല്ല, ശരിക്കും ഇതിൽ ഇടപെടേണ്ടത് സർക്കാർ ഇടപെടേണ്ടത് ഇയാളെ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിച്ച് കൃത്യമായിട്ടുള്ള അല്ല, എന്നിട്ട് ചികിത്സ ഇല്ലെന്ന് പറയണമെങ്കിൽ അടുത്ത വഴി നോക്കാം. പുള്ളി മറ്റേ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയണമെങ്കിൽ പിന്നെ അടുത്ത വഴി നോക്കണം ഗവൺമെന്റ്. കാരണം ഇത് ഞാൻ പറഞ്ഞ ഒരു നിസ്സാര കേസല്ല. ഇപ്പൊ നമ്മള് തമാശയായിട്ട് പറഞ്ഞെങ്കിൽ പോലും കണ്ടിന്യൂസ്ലി അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഞാൻ ഇതൊക്കെ പോട്ടെ, അവരുടെ അമ്മയില്ലേ ഐശ്വര്യ, അവരുടെ അമ്മ ഇത് അറിയാതിരിക്കുമോ? അതാണ് ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാൽ ഇത് വേഷം കെട്ടേ നിർത്താനായിട്ട് ഇത് എന്ത് ചെയ്യണം? ശശിധരൻ, ഞാൻ ഒരു കാര്യം താങ്കൾക്ക് പറഞ്ഞ ശശിധരനോട് പറയാം, താങ്കളിത് ഇനിയും നിർത്തിയില്ലെങ്കിൽ ഞാനിപ്പോൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ വേറെ ആരെങ്കിലുമൊക്കെ വന്ന് ഒരുപാട് കാര്യങ്ങൾ പുറത്തു പറയാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട് കേട്ടോ. അവർ വന്ന് എന്ത് ചെയ്യും? കാര്യങ്ങൾ പൊട്ടിക്കും. ഒരുപാട് പേര് റെഡിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന അഭ്യാസവും ആഭാസവും ഒക്കെ അങ്ങോട്ട് നിർത്തി. ഇപ്പോഴും പറയുന്നത് എന്താ, പൊങ്ങുമ്പോഴും എന്ത് അടിസ്ഥാനത്തിലാണ് പൊങ്ങുമ്പോഴും നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ഒരു കാലത്ത് പ്രണയമുണ്ടായി, ഞങ്ങൾ പിരിഞ്ഞു പോയവരേ അല്ല, ഞങ്ങൾ സ്റ്റിൽ വി ആർ. എൻ്റെ ബലമായ സംശയം ഈ പുള്ളിക്കാരോ ഫണ്ട് ചെയ്തിട്ട് പുള്ളിനെ കൊണ്ടത് മഞ്ജു വാര്യരെ നാണം കെടുത്താൻ വേണ്ടി നമ്മളിപ്പോ ഇപ്പൊ ഇതിൽ തന്നെ ഒരു കമന്റ് ഉണ്ട്, ദിലീപിന്റെ കയ്യിൽ നിന്ന് കാശ് ഒഴിച്ചു. ഞാനിപ്പോ അത് പറയുന്നില്ല, കാരണം വെച്ചാൽ അങ്ങനെ പറയാൻ നമ്മൾ അറിയാതെ പറയേണ്ട ശരിയല്ല. പക്ഷെ ആരോ ഇത് മനഃപൂർവ്വമായി ഇവരെ
ഇവരുടെ ഒരു ഉയർച്ച. അവരിപ്പോൾ ജീവിച്ചിരിക്കുന്നതും അവർ നന്നായി ജോലി ചെയ്യുന്നതും അവർ സമ്പാദിക്കുന്നതും അവർ ഇതിന് പോകുന്നതൊക്കെ അവരെ ബാധിക്കുന്നില്ല ഭാഗ്യത്തിന്. പക്ഷെ അവരെ അല്ലല്ലോ ഇത് ബാധിക്കുക ഐശ്വര്യ. ഇപ്പം എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ ബാധിക്കില്ല. കാരണം വെച്ചാൽ എനിക്ക് നല്ല ജോലി കിട്ടിയിട്ട് നമ്മളിത് നിരന്തരമായി കേട്ട് ശീലിക്കുന്ന ആളുകളാണ്. പക്ഷേ നമ്മുടെ കൊച്ചുങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ അല്ലെങ്കിൽ അമ്മയൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ ഉണ്ടാവുക. ഉറപ്പായിട്ടും അത് ആ ഒരു ഫീലിംഗ് മനസ്സിലാക്കി. താങ്കൾക്ക് അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ താങ്കൾ തന്നെ ഒരു തമ്പിട്ട് ഇവിടെ, അതായത് രതീഷ് ചക്രവാണി ചതിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എത്ര പേര് വിളിച്ചെന്നറിയും. എനിക്കന്ന് ഇരിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞത് താങ്കളോട്, അതായത് കുഴപ്പമില്ലാതെ ഇട്ടേനി. പക്ഷെ ഞാൻ പറഞ്ഞാൽ എന്നെ അത് ഇട്ടിട്ട് എന്നെ ഒത്തിരി പേര് വിളിച്ചു. കാരണം എന്തുപറ്റി എന്ന് ചോദിച്ചിട്ട്. അപ്പം ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ചെറിയ കാര്യം. മറ്റത് എത്ര പേരിപ്പോൾ ആർക്കെങ്കിലും ഇവരെ കുത്തണം എന്ന് തോന്നിയാൽ ഒന്ന് ചോദിക്കാൻ പറ്റുന്നൊരു കാര്യം ഇട്ട് കൊടുക്കുകയാണ് ഈ പുള്ളി ചെയ്യുന്നത്. ഇതിൻ്റെ പേര് പ്രണയമൊന്നുമല്ല. പ്രണയം എന്തോരം പേര് ഈ നാട്ടിലുണ്ട്. അവരൊക്കെ വിട്ടുകൊടുത്തിട്ടുള്ള ആളുകളില്ലേ? കല്യാണം കഴിക്കാൻ എനിക്ക് പുള്ളിക്കാരിയെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്ത ആളുകളില്ലേ? സിനിമയിൽ തന്നെ എത്രയോ സുന്ദരമായ പ്രണയങ്ങളുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞ സിനിമയിൽ വീണ്ടും യോജിക്കാൻ വേണ്ടി വരുമ്പോഴും ഭാര്യ വിളിക്കുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്, എന്നാൽ വേണ്ട എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുന്നില്ലേ? അങ്ങനെ വിട്ടുകൊടുക്കുന്നത് കൂടിയാണ് പ്രണയത്തിൻ്റെ അങ്ങേയറ്റവും സ്നേഹവും എന്നൊക്കെ പറയുന്നത്. പുള്ളിക്ക് അതുപോലും ഇല്ലെന്ന് പറഞ്ഞാൽ പുള്ളി ഈ വേഷം കെട്ടാണ് ഈ കാണിക്കുന്നത്. ഒരു സംശയം കാര്യത്തിലില്ല. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിലും ശരിക്കും കേരള പോലീസ് അല്ലാണ്ട് തന്നെ ആക്ഷൻ എടുക്കേണ്ട സമയം. അല്ല, ഇത് പുള്ളിനെ ഒന്നില്ലെങ്കിൽ ഞാൻ താങ്കൾ പറഞ്ഞ പോലെ ഇത് പോലീസ് ഇടപെട്ടിട്ട് ഇത് പുള്ളിനെ കൊണ്ടുപോയിട്ട് ഡോക്ടറെ കാണിച്ച് ഇത് ചെയ്യണം. അല്ലെങ്കിൽ പുള്ളിയുടെ അഭ്യാസം ഉണ്ടെങ്കിൽ അത് നിർത്തിക്കണം. അല്ലാതെ ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകും. ഒന്ന് ആലോചിച്ച് നോക്ക്. പുള്ളി ഇത് ആക്സിലറേറ്റ് ചെയ്യണതാണ്. ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 7 കൊല്ലം മുമ്പ് ഇത് തുടങ്ങി, പിന്നെ പതുക്കെ കൊണ്ടുവന്ന് പിന്നെ എന്ത് ചെയ്യുന്നു, പിന്നെ കുറച്ചുകൂടി ഫാസ്റ്റാക്കി. ഇപ്പം പുള്ളി ഡെയിലി ആക്കി. മനസ്സിലായ? അതായത് ഇപ്പം ഇൻറ്റൻസിഫൈ ചെയ്തു എന്ന് പറഞ്ഞേക്കാണ്. ഒരു മനുഷ്യൻ്റെ ആയുസ്സൊന്നും ശരാശരി ഒരു 60-70 വയസ്സ് അല്ലെങ്കിൽ കൂടിയെന്ന് 80 വയസ്സ് പോട്ടെ. ഇനി 100 വയസ്സ് വരെ, 110 വയസ്സ് വരെ, 150 വയസ്സ് വരെ മഞ്ജു വാര്യർ ജീവിച്ചിരിക്കട്ടെ. പക്ഷെ അങ്ങനെ ജീവിച്ചിരിക്കണമെങ്കിൽ എത്രയോ ദിവസങ്ങൾ ഇത് അനുഭവിച്ച് ഇപ്പം തന്നെ ആലോചിക്കുക. അവരിട്ടേക്കണ ഒരു ഫോട്ടോ, അവർ വളരെ സന്തോഷമായിട്ട് വീട്ടിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ ആയിരിക്കും. ആ ഫോട്ടോ എടുത്തിട്ടപ്പോൾ തന്നെ അത് പോയിന്റ് ബ്ലാങ്കിലാണ്. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ? അത് നിങ്ങൾ നോക്കാനാണ് അദ്ദേഹം പറയുന്നത്. അത് നോക്കൂ, പോയിന്റ് ബ്ലാങ്കിലാണ് നിൽക്കുന്നത്. എൻ്റെ പൊന്നിയേട്ടാ, ഞാൻ മറ്റേ പുള്ളി പറഞ്ഞ കമൻ്റാണ് എനിക്ക് പറയുള്ളത്. തിരുവോണ ദിവസമെങ്കിലും ഇതിനൊരു അവധി, ഒരു ദിവസം ഒരു സ്വൈര്യം, ഇത്തിരി സ്വൈര്യം. ഏത് നാട്ടുകാർക്കും കൂടി ഇത്തിരി സ്വൈര്യം. ഷോക്ക് ഇത് നിസാര ഷോക്ക് അടിപ്പിച്ചാൽ പോരാ. പുള്ളിനെ ട്രാൻസ്ഫോമർ അടുത്തല്ല മറ്റേ നിലയത്തിലേക്ക് കൊണ്ടുതന്നെ പുള്ളി. എന്നിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്. മൂലമറ്റത്തെ കറണ്ട് നമ്മളെല്ലാവരും ഗവൺമെന്റിനോടേക്ക് പറയാനുള്ള ഞങ്ങളെല്ലാവരും ഒരു ദിവസം ഇട്ടി കിടന്നോളാം. ഏതാ ഇവിടെ കറണ്ട് വേണ്ട, ഇവിടെ കറണ്ട് വേണ്ട, കംപ്ലീറ്റ് എടുത്തു. എന്നാൽ പോലും ഇതിനൊരു ശമനം കിട്ടുമല്ലോ. എന്തൊക്കെ ആഭാസ. കേട്ട് മടുത്തു ആൾക്കാർ. അല്ല പുള്ളി അല്ല, എനിക്ക് ആ ആദ്യത്തെ പാചകം കേട്ടിട്ട് ഒന്ന് ആലോചിച്ച് പൊങ്ങുമുടെ ഇതാണെന്ന്. അതായത് ഞങ്ങളിപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഞാൻ കഴിഞ്ഞവണ തന്നെ താങ്കളോട് ഇത് പറഞ്ഞിരുന്നു. പുള്ളിയുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ ഇവരെങ്ങാനും പിടിവിട്ടിട്ടുണ്ടെങ്കിൽ മഞ്ജു വാര്യർ അപ്പം തന്നെ ഡിഫൻഡർ എടുത്ത് പറന്ന് പുള്ളിയെടുത്ത് ഇല്ലോ എന്നാണ് വിചാരിച്ചത്. അല്ല, ഇതൊരു തരം സൈക്കോസിന്റെ വേറൊരു ലെവലാണെന്ന് തോന്നുന്നു. അല്ല, പക്ഷെ പുള്ളി താങ്കൾ പറഞ്ഞ പോലെ അത്ര മറ്റേ മണ്ടനും മറ്റേ ഈ അഭ്യാസവും അസുഖമൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി ശാന്തി പിള്ളേനെ വെല്ലുവിളിച്ചാനെ. അതാണ് അദ്ദേഹത്തിന് എവിടെ സമയം എന്ന് നമ്മൾ ചോദിച്ചു. പക്ഷെ ഈ പോസ്റ്റ് ഇടലും ലൈവ് ഇടലും മാത്രമല്ല, അദ്ദേഹത്തിന് വേറെ പല അതർ ആക്ടിവിറ്റീസിന് അദ്ദേഹം സമയം കണ്ടെത്തിയത് കൊണ്ടാണ് പലരും ഇപ്പൊ പുറത്ത് തുറന്നു പറയുന്നത്. അതിനുള്ള സമയം കൂടി കണ്ടുപിടിക്കുന്നുണ്ട്. കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ മറ്റൊരു സൊസൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അത് ഒരു വീട്ടിലാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അതൊക്കെ പറയാൻ പോയാൽ മോശമാണ്. ഇപ്പൊ അതൊന്നും കുഴപ്പമില്ല. മോശം എന്ന് പറഞ്ഞാൽ വെറും മോശമല്ല. മറ്റേ സിനിമ പറഞ്ഞല്ലോ മോശം എന്ന് പറയില്ല, അതുപോലെ മോശമാണ്. പിന്നെ അതൊക്കെ നമ്മൾ പറയാതെ പോട്ടേന്ന് വെച്ചിട്ടാണ്. പക്ഷേ സനൽകുമാർ വിചാരിക്കണം സനൽകുമാറിന് മാത്രമേ ബുദ്ധിയുള്ളൂ. സനൽകുമാർ ഭയങ്കര മിടുക്കനും ബ്രില്യൻറ്റുമാണ്. അതുകൊണ്ട് സനൽകുമാർ എന്ത് ചെയ്യാം, ഇവിടുത്തെ കോടതിയെ, പോലീസിനെ, അതുപോലെ ഭരണകൂടത്തെ എല്ലാം അങ്ങോട്ട് വെല്ലുവിളിച്ച് സൂപ്പർ സ്റ്റാറായിട്ട് ജീവിക്കാമെന്നൊക്കെയാണ് പുള്ളി വിചാരിക്കണം. അതൊന്നും അത്ര കൂടുതൽ കാലം ഇവിടെ നടക്കുക. ഈ പോക്കാണ് പോകണമെങ്കിൽ ഇതുപോലെ ഈ വണ്ടിക്ക് സ്പീഡ് കുറച്ചും ആളുകൾ എവിടെയെങ്കിലും കുഴപ്പമില്ലെന്നായിരിക്കും. പക്ഷേ ആക്സിലറേറ്റർ കൂടുതൽ അങ്ങ് ചവിട്ടുമ്പോൾ എവിടെയെങ്കിലും ഇടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇത് എവിടെയെങ്കിലും ഇടിച്ച് നിൽക്കേണ്ടതാണ്. അത് ഗവൺമെൻറ് തന്നെ ഇത് സത്യത്തിൽ ഇനി ഇത് പോലീസ് ഇടപെടേണ്ട കാര്യമില്ല. ഇത് ഒരു പരാതിയും ഒന്നുമില്ലാതെ തന്നെ പോലീസ് ഇടപെടേണ്ടതാണ്.
കൃത്യമായിട്ടും അതിനുള്ള വകുപ്പുണ്ട് അവിടെ. കാരണം ഇതിൽ കൺസേൺഡ് ആയിട്ടുള്ള IT ആക്ടുകളും ബാക്കിയുള്ളതും വെച്ചുകൊണ്ട് പുള്ളിയുടെ ഫേസ്ബുക്കും ഇതൊക്കെ എടുത്ത് കളയേണ്ടതാണ്. അല്ലാതെ ഒരാളെ ഇങ്ങനെ രാവിലെ വന്ന് പുള്ളി മറ്റേ ചെളിവാരി എറിയാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റിൽ ചെളിയായിട്ട് വന്ന് നേരെ ഇതുപോലെ ഇന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുന്നതൊന്നും സമ്മതിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ ഒരു ദിവസമെങ്കിലും അവധി കൊടുത്ത് നമുക്ക് പിന്നെ മനസ്സിലാക്കാം. തിരുവോണത്തിനാണ് അതുപോലും അവധിയില്ല. തിരുവോണത്തിന് ഇപ്പൊ 3 മണിക്കൂർ മുന്നേ കൂടെ വന്നിട്ടുണ്ട്. 3 മണിക്കൂർ മുമ്പേ വീണ്ടും വന്നിട്ടുണ്ട്. മണിക്കൂറുകൾ ഇടവിട്ട് അദ്ദേഹം പോസ്റ്റ് അതായത് ചെയ്തുകൊണ്ട് പുള്ളിയുടെ ആവശ്യം എന്താ വെച്ചാൽ ഒന്നുകിൽ മഞ്ജു ഇതിന് വന്ന് റെസ്പോണ്ട് ചെയ്ത് പിന്നെ അതിലെ കുഴപ്പങ്ങളാണ് അങ്ങനെയെങ്കിലും മഞ്ജുവിനെ കാണാൻ വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയൊന്നുമല്ല. ഇത് എന്ത് വേഷം കെട്ട് കാണാനൊന്നുമല്ല ഒന്ന്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുള്ളിയുടെ അഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മഞ്ജു മറ്റേ ഒരു തരത്തിലും ഒരു പബ്ലിക് അപ്പിയറൻസോ പോസ്റ്റോ ഒന്നും ഇടരുത്. അവർ ഈ സമൂഹത്തിൽ നിന്ന് മാറണം. ഇത് കേസെടുത്ത് ഇതുപോലെയുള്ള നടപടികളായിട്ട് പോയില്ലെങ്കിൽ ഇനി ഇത് കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. മനസ്സിലായി? ഇനി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് വേറെ ആരെങ്കിലും ക്രിമിനലാക്കും. അതെ, അടുത്ത കഥ അദ്ദേഹത്തിന്റെ ഒരു ലെവല് കഴിയുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ അടുത്ത കഥ ഉണ്ടാക്കും. അടുത്ത കഥ ഉണ്ടാവും. ഇപ്പൊ ദിലീപ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദിലീപിനൊക്കെ സമ്മതിക്കണോടാ. ചിലപ്പോ ലൈവിലൊക്കെ വന്നിട്ട് ചക്രവാണി എന്നെ പറഞ്ഞ എനിക്ക് പുല്ല. അല്ല, എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഈ പുള്ളി പറഞ്ഞ എനിക്ക് സന്തോഷം. പോട്ടെ, ഞാൻ പറയണത് ദിലീപ് ഇപ്പൊ എത്ര വലിയ ആളായിരിക്കും നോക്കി. ഇന്ത്യൻ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ്, ഹൈക്കോടതി, എളമക്കര പോലീസ്. അല്ല, എളമക്കര പോലീസിനൊക്കെ ചെറുതല്ലേ, ഇതിന്റെ ചെറിയ സംവിധാനങ്ങളല്ലേ. കേരള എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുന്നു. ആര്? ദിലീപ്. അപ്പൊ ദിലീപ് ആരാണ്? ഞാൻ ആരെയിട്ടാ? അല്ല, ഞാൻ ആരെയിട്ടാന്ന് ചോദിക്കില്ല. അതുപോലെ ഞാൻ ദിലീപ് എന്നെ വീട്ടിൽ നോക്കില്ല. ഞാൻ ആരെയിട്ടാ? എനിക്കറിയില്ല ഇത്ര വലിയ സംഭവം. പിന്നെ പുള്ളിയും കൂടി നാളെ കിട്ടുകൊണ്ടിരിക്കണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് തോന്നണത് ദിലീപിനെതിരെ സമൂഹത്തിന് വലിയ ഒരു കുഴപ്പം പുള്ളിക്കെതിരെ ഉണ്ടായിരുന്നു. ഇയാളിങ്ങനെ പറയണത് ഇനി വേറെ ആണെങ്കിൽ കാശ് മേടിച്ചിട്ടാണ് എനിക്ക് സംശയമുണ്ട്. കാരണം ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ ദിലീപിനെ നമ്മൾ ന്യായീകരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. ഇല്ലേ? ശരിക്കും പറഞ്ഞാൽ ദിലീപ് എന്താ ആ അവസ്ഥയിലേക്ക് എത്തും. എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? ഒന്ന് ഈ മഞ്ജു വാര്യരുടെ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ ഒരു സെലിബ്രിറ്റിയായി ജീവിച്ച ആളുകളൊന്നും അല്ലല്ലോ. ഒരു നാട്ടിൻ പുറത്ത് വളരെ സാധാരണക്കാരായി ജീവിച്ചു വന്ന ആളുകളാണ്. അവരുടെ ബന്ധങ്ങളും ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. മനസ്സിലായി? അല്ലാതെ രാവിലെ എഴുന്നേറ്റ് അമിതാഭ് ബച്ചനെ കണ്ടിട്ടല്ലല്ലോ അവർ വന്നത്. അത്ര ഇതായിട്ടുള്ള ആളുകളൊന്നും അല്ല. ഒന്ന്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ മകളൊരു ഡോക്ടറാണല്ലോ, ഈ ഇവരുടെ മകളെന്ന് പറയുന്നത്. അപ്പം മകള് നിരവധി ആളുകളായിട്ട് പരിചയമുണ്ടാവും. അവരൊക്കെ ഇവരൊരു സെലിബ്രിറ്റി ആണെന്നൊന്നും വിചാരിക്കാത്ത നിരവധി ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ പണമുള്ള ആളുകളൊക്കെ കൂടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. അവർ പലപ്പോഴും ഈ എന്തെങ്കിലും കാര്യം വരുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ വെച്ച് കുത്താനും ഇതൊക്കെ വെച്ച് കളിയാക്കാനും ഒക്കെ സാധ്യതകളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. ആവശ്യത്തിലധികം അനുഭവിച്ചിട്ട് നിൽക്കുന്ന ഒരു ഫാമിലി, ആ ഫാമിലി കൂടിയാണ്. ആ സമയത്ത് ഇത് ചെറിയ കാര്യമല്ല. ഇത് യഥാർത്ഥത്തിൽ ഇത് ഒരു ഞാൻ പറഞ്ഞത് സോമോട്ടോ പരാതി എടുത്ത് ഈ സാധനത്തിൻ്റെ പുറത്ത് എന്ത് ചെയ്യണം? പുള്ളിയുടെ കയ്യിൽ നിന്ന് ആദ്യം തന്നെ ആ ഫോണും ഇതും മേടിച്ച് തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞിട്ട് എന്ത് ചെയ്യണ്ടാണ്? പരിശോധിക്കേണ്ടതാണ്. അതല്ലാതെ ഇതിൻ്റെ പുറത്ത് വേറെ കഥയൊന്നുമില്ല.